പക്ഷേ റോഷി അഗസ്റ്റിൻ മന്ത്രി നമ്മോടൊപ്പം ഉണ്ട്. ദീർഘകാലം അദ്ദേഹത്തിന്റെ എതിർവശത്തായിരുന്നു രാഷ്ട്രീയം. ഇപ്പോൾ ഇടതു മുന്നണിയിലാണ്. വി എസ് എന്താണ് അവശേഷിപ്പിക്കുന്നത്? എന്താണ് തോന്നുന്നത്? വി എസിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളിൽ സമരമുഖങ്ങളിൽ വളർന്ന് ഒരുപക്ഷെ പ്രതിസന്ധികളെ പ്രതികൂലമായും അനുകൂലമായും ഒക്കെ കണ്ട് തരണം ചെയ്ത് ജനങ്ങളോടൊപ്പം നിലകൊണ്ട ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു വി എസ്. മുഖ്യമന്ത്രി എന്ന നിലയിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും ഏറെക്കാലം കേരളത്തിൽ നിലകൊണ്ട ഒരു വ്യക്തിപ്രഭാവമായിരുന്നു. ജനങ്ങളോടും പരിസ്ഥിതിയോടും ഒരുപോലെ സ്നേഹം പുലർത്തി എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തൊഴിലാളി സുഹൃത്തുക്കളെ ചേർത്ത് പിടിക്കാൻ പറഞ്ഞില്ല. കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും അദ്ദേഹം നടത്തിയ പോരാട്ടം ഒരു ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. രാഷ്ട്രീയമായ എതിർപ്പും അതോടൊപ്പം പോരാട്ടങ്ങളും ഒക്കെ തുടരുമ്പോഴും അദ്ദേഹം നിലകൊണ്ട ചില നിലപാടുകൾ ഏത് പക്ഷത്തും ശരിയെന്നും തെറ്റെന്നും ചിലപ്പോൾ ഒരുപക്ഷെ തോന്നാം. പക്ഷെ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ചത് അദ്ദേഹത്തിൻ്റെ സേവനവും പ്രവർത്തനവും നമ്മുടെ സമൂഹത്തിന് നൽകിയെന്നുള്ളതിൽ ഇന്ന് കേരളം ഒരുപക്ഷെ നോക്കിക്കാണുന്നത് ആ വ്യക്തിപ്രഭാവം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു വി എസിനെയാണ്. തീർച്ചയായിട്ടും ഏറെ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഭരണത്തിലൂടെയും പ്രതിപക്ഷത്തായിരുന്നപ്പോഴും ഒക്കെ ജനങ്ങളിൽ ഒരുവനായി ജനങ്ങൾക്കൊപ്പം നിന്ന ഒരു നേതാവിനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. പൊതുപ്രവർത്തകർക്ക് എങ്ങനെ മാതൃകയാക്കാം വി എസിനെ എന്നാണ് താങ്കൾ നിയമസഭയിൽ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ വി എസിനെ ഒരുപാട്. ചെറുപ്പകാലം മുതലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തി, വായിച്ചറിഞ്ഞൊരു വ്യക്തി, കണ്ടറിഞ്ഞൊരു വ്യക്തി, അദ്ദേഹത്തോടൊപ്പം നിയമസഭയിൽ ഒരുമിച്ചായിരിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്നൊക്കെ നിലയിൽ ഞാൻ ചിന്തിക്കുന്നത് എത്ര വർഷക്കാലം, ദീർഘമായ വർഷക്കാലം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. 17-ാം വയസ്സിൽ മെമ്പർഷിപ്പ് എടുത്ത് ഈ ഘട്ടത്തിലെയും ഏതാണ്ട് 19 വർഷക്കാലം ആ നിലയിൽ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ എതിർപ്പുകളുണ്ടാകാം, ഒരുപക്ഷെ ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ ഒക്കെ ഉണ്ടാകാം. എങ്കിലും അദ്ദേഹത്തിൻ്റെതായ ഒരു നിലപാടിൽ നിന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള നിലനിൽപ്പും ജീവിത പശ്ചാത്തലവും എല്ലാം ഒരുപക്ഷെ കേരള പൊതുസമൂഹം കാണുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നന്ദി മിനിസ്റ്റർ ഈ സമയത്ത് അനുസ്മരിച്ചത്. ഇങ്ങനെ വി എസിനെ അനുസ്മരിക്കാൻ എല്ലാവർക്കും